ഖത്തർ അമീർ തമീം ബിൻ അഹമ്മദ് അൽ താനിയുമായി ഫോണിൽ സംസാരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സഹോദര രാഷ്ട്രത്തിനുമേൽ നടന്ന ഈ ആക്രമണത്തിൽ കൃത്യമായി തന്നെ പിന്തുണ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രധാനമന്ത്രി വലിയ ആശങ്കയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. സഹോദര രാഷ്ട്രത്തിൻ്റെ പരമാധികാരത്തിൽ കടന്നു കയറിയതിൽ അപലപിക്കുന്നു എന്നാണ് പ്രധാനമന്ത്രി ഉപയോഗിച്ച വാക്ക്. ഐസൻ ജോസ് തന്നെയാണ് വിശദാംശങ്ങൾ നൽകാനായി ചേരുന്നത്. ഐസൻ, വളരെ കൃത്യമായ ഒരു നിലപാട് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്നു. ഇതെങ്ങനെ വിലയിരുത്താം? തീർച്ചയായും വളരെ കൃത്യമായൊരു നിലപാടാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്. നേരത്തെ അല്പസമയം മുമ്പാണ് അദ്ദേഹം ഔദ്യോഗികമായ അദ്ദേഹത്തിൻ്റെ ട്വിറ്റർ ഹാൻഡിലിൽ ഖത്തർ അമീറുമായി ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുമായി സംസാരിച്ചുവെന്ന് അദ്ദേഹം അറിയിക്കുകയും ചെയ്തത്. അറിയിച്ചപ്പോൾ അതിൽ വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നത് ഈ ആക്രമണത്തിൽ, അതായത് ദോഹയിൽ നടന്ന ഇസ്രായേൽ ആക്രമണത്തിൽ ഏറെ ആശങ്ക രേഖപ്പെടുത്തുകയും ആഴത്തിലുള്ള ആശങ്ക രേഖപ്പെടുത്തി ഡീപ്പ് കൺസേൺ എന്ന് തന്നെ അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്കുകളാണ്. അതുപോലെ തന്നെ ഇത്തരത്തിലൊരു സഹോദര രാഷ്ട്രത്തിൻ്റെ, നമുക്കറിയാവുന്നതാണ്, ദോഹയുമായും ഖത്തറുമായി മികച്ച ബന്ധം പുലർത്തുന്ന ഒരു രാജ്യമാണ് ഭാരതം. ഖത്തറുമായി മികച്ച ബന്ധം പുലർത്തുന്ന ഒരു പശ്ചാത്തലത്തിൽ സഹോദര രാഷ്ട്രമായ രാഷ്ട്രത്തിൻ്റെ പരമാധികാരത്തിൽ കടന്നു കയറിയ നിലപാടിനെ ശക്തമായി അപലപിക്കുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതേസമയം തന്നെ ഈ ആക്രമണങ്ങളെല്ലാം മറിച്ച് നയതന്ത്ര രീതികളിലാണ് പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് എന്ന ആത്യന്തികമായ നിലപാടും അദ്ദേഹം തൻ്റെ വാക്കുകളിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഈ മൂന്ന് കാര്യങ്ങളും പറയുമ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വളരെ കൃത്യമായി അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ആ സന്ദേശത്തിൽ. അത് പറയുന്നത്, ഇന്ത്യ ഭീകരതയ്ക്ക് എതിരായ ഉറച്ച നിലപാടുകൾ സ്വീകരിച്ച് ഭീകരതയ്ക്കെതിരായ യുദ്ധത്തോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നു. ഏത് തരത്തിലുള്ള ഭീകരതയുടെ ഏത് മാനങ്ങളെയും അതിശക്തമായി എതിർക്കുകയും തകർക്കുകയും ചെയ്യുമെന്ന നിലപാടിൽ ഭാരതം ഉറച്ചു നിൽക്കുന്നുവെന്നും പറയുന്നുണ്ട്. സ്വാഭാവികമായും ഹമാസിനെ ഒട്ടും അനുകൂലിക്കുന്ന നിലപാടല്ല പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതേസമയം ഖത്തറിൽ നടന്ന ആക്രമണത്തിൻ്റെ ആ ഒരു അന്താരാഷ്ട്ര നയതന്ത്ര രംഗങ്ങളിലെ ഒരു വീഴ്ചയെ അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തുകൊണ്ടാണ് അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഭീകരതയ്ക്കെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം, അതിൽ ഭാരതത്തിൻ്റെ നിലപാട് സുവ്യക്തമാണ്, ക്ലിയറാണ്. തീർച്ചയായും ഭീകരതയ്ക്കെതിരായ നിലപാട് അന്താരാഷ്ട്ര നിലപാടിലായാലും ഭാരതത്തിൻ്റെ ആഭ്യന്തര നിലപാടിലായാലും അന്താരാഷ്ട്ര സമ്മേളനങ്ങളിലായാലും അതുപോലെ തന്നെ ഉച്ചകോടികളിലായാലും പ്രധാനമന്ത്രിയും ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ ഭാരതത്തിൻ്റെ നയതന്ത്ര രംഗങ്ങളെല്ലാം തന്നെ ആദ്യം ടോപ്പ് പ്രയോറിറ്റി എന്ന് പറയുന്ന രീതിയിൽ മുന്നോട്ട് വയ്ക്കുന്നത് ഭീകരവിരുദ്ധ നിലപാടുകളും ഭീകരതയ്ക്കെതിരായ പോരാട്ടങ്ങളും ഭീകരവിരുദ്ധ സഖ്യത്തിൻ്റെ ശാക്തീകരണവുമാണ്. സ്വാഭാവികമായും പ്രധാനമന്ത്രി ഈ വിഷയത്തിലും ഇതേ നിലപാട് തന്നെ ഉറച്ച രീതിയിൽ സ്വീകരിച്ചിരിക്കുകയാണ്. ശ്യാം. യെസ്, ഐസൻ ജോസാണ് വിശദാംശങ്ങൾ നൽകിയത്.